ജീവിക്കുന്ന സമൂഹം ഓരോ ദിവസവും നമ്മളോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ചിലപ്പോൾ മുന്നറിയിപ്പായി, ചിലപ്പോൾ ഞെട്ടലായി, ചിലപ്പോൾ നമ്മുടെ മനസാക്ഷി ഉണർത്തുന്ന ഒരു ചോദ്യമായി. കണ്ണടച്ച് കടന്നു പോകാനാകാത്ത ചില യാഥാർത്ഥ്യങ്ങൾ, മൗനം പാലിക്കാനാകാത്ത സംഭവങ്ങൾ, അവയെക്കുറിച്ച് ഉറക്കെ സംസാരിക്കേണ്ട സമയം. സത്യത്തിന്റെ വെളിച്ചത്തിൽ, സമൂഹത്തിന്റെ കണ്ണാടിയിലൂടെ, ചങ്കിൽ തട്ടിയ വാർത്തയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അഞ്ജലിയെ ഈ ആഴ്ച ഏറ്റവും കൂടുതൽ സ്പർശിച്ച വാർത്ത എന്തായിരുന്നു? ഈ ആഴ്ച വളരെ വേദനാജനകമായിട്ടുള്ള, ചിന്തിപ്പിക്കുന്ന, ഗൗരവതരമായിട്ടുള്ള ഒരു വാർത്ത വന്നിരുന്നു. കോട്ടയത്ത് നിന്നായിരുന്നു, കോട്ടയം തീക്കോയിൽ നിന്നായിരുന്നു ആ വാർത്ത വന്നിരുന്നത്. വാർത്ത ഇങ്ങനെയാണ്: സോഷ്യൽ മീഡിയ വഴി നവജാത ശിശുക്കളെ വിറ്റു എന്ന വാർത്ത. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഈ കേരളത്തില് നമ്മൾ ജനിച്ചു വളർന്ന നാട്ടില് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പേരിട്ട് നമ്മൾ വിളിക്കുന്ന നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് എന്ന് പറയുന്നത് അവിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ 22 വയസ്സുകാരിയായ അസം സ്വദേശിനിയുടെ പരാതിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംഭവം പുറത്തോട്ട് വരുന്നത്. ഈ അസം സ്വദേശിയായിട്ടുള്ള യുവതി എങ്ങനെയാണ് ഇവരെ പരിചയപ്പെട്ടത്, അതാണ് ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം. അതായത് ഈ യുവതിക്ക് 1.5 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പുറമെ വീണ്ടും ഗർഭിണിയായപ്പോ വീട്ടുകാരിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാവുകയും ഈ ഗർഭചിത്രം നടത്തണം, ഈ കുഞ്ഞിനെ ഗർഭചിത്രം നടത്തണം എന്ന് പറഞ്ഞ് ഭർത്താവും വീട്ടുകാരും നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ യുവതി പറയാണ്, ഗർഭചിത്രം ഒരിക്കലും ചെയ്യില്ല, പക്ഷെ ദത്ത് കൊടുക്കാം, പ്രസവിച്ചതിന് ശേഷം ദത്ത് കൊടുക്കാം എന്ന് പറയുകയും അങ്ങനെ വീട് വിട്ട് ഇറങ്ങുകയാണ്, വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്തത്. അങ്ങനെ വീട് വിട്ട് ഇറങ്ങി എത്തിയ യുവതി പിന്നീട് ഒരു സന്നദ്ധ സംഘടനയുടെ അവിടെ ആണ് കഴിഞ്ഞിരുന്നത്. പിന്നീട് ഈ യുവതി ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൂടെ സ്ക്രോൾ ചെയ്ത് പോവാണ്. ഈ കുട്ടിയെ ദത്തെടുക്കാൻ പറ്റുന്ന സംഘടനകൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്ഥാപനങ്ങൾ ഉണ്ടോ എന്ന് ഇൻസ്റ്റഗ്രാം വഴി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ അർഷിവ് കെയർ എന്ന് പറയുന്ന ഒരു സംഘടന അല്ലെങ്കിൽ സ്ഥാപനം, ഈ ഒരു സംഘം, ഈ ഒരു സംഘത്തിന്റെ കയ്യിൽ പെടുന്നതും ഇവര് ദത്ത് കൊടുക്കാം എന്ന് പറയുന്നതും. പിന്നീട് തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ് അവർ ഈ യുവതി പരിചയപ്പെടുന്നതും അവരായിട്ട് ബന്ധപ്പെടുന്നതും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വരുന്നു. കേരളത്തില് കോട്ടയം തീക്കോയില് ഈ യുവതിയെ താമസിപ്പിക്കുന്നു. അങ്ങനെ ഈ യുവതി പറയുന്നത് അവരുടെ കൂടെ ഒഡീഷ സ്വദേശികളായിട്ടുള്ള 2 യുവതികൾ കൂടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസവിച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ ഈ കുട്ടികളെ മറ്റുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷങ്ങൾക്കാണ് വിൽക്കുന്നത്. ഇത് അതിനുശേഷം ഈ കുട്ടി ഇത് അറിയാണ്, ഈ യുവതി ഇത് അറിയാണ്, ഇങ്ങനെ വിൽക്കുന്ന സംഘടനയാണ്, അല്ലാതെ ദത്തെടുക്കുന്ന ഒരു സംഘടന അല്ല എന്ന് യുവതി മനസ്സിലാക്കുകയും പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ തരാൻ പറ്റില്ല എന്ന് യുവതി പറയുകയും അങ്ങനെ പറയുമ്പോൾ ഈ യുവതിനെ മർദ്ദിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഈ യുവതി അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഇരാറ്റുപേട്ട സ്റ്റേഷനിലെത്തി ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഈ ഒരു സംഭവം ലോകം അറിയുന്നത്. പിന്നീട് ഇപ്പോ പോലീസ് അതിനെപ്പറ്റി കൂടുതൽ ജില്ലകളിലേക്കൊക്കെ അന്വേഷണം വ്യാപിക്കുകയാണ്. പോലീസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 6 മാസത്തിന് മേലെയായി ഈ കേരളത്തിൽ ഈ ഒരു സംഘം പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ ഒരു സംഘം മാത്രമല്ല, പല കണ്ണികൾ ഇതിന്റെ കൂടെ ഉണ്ടെന്നാണ് പോലീസുകാർ ഇപ്പോൾ പറയുന്നത്. അന്വേഷണം എന്തായാലും വ്യാപിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് ഉള്ള ദിവസങ്ങളിലും ഇതിന്റെ കൂടുതൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇതിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്രയോ, അതായത് ജീവിക്കാൻ വേണ്ടി എന്ത് തോന്നിയാസവും ചെയ്യാം. അതായത് ഇപ്പൊ എനിക്ക് ജീവിക്കാം, എൻ്റെ ജീവിതമാണ്, അതിന് ഞാൻ എന്തും ചെയ്യുമെന്ന് പറയുന്ന ഒരു ലോകമാണ് ഇതെന്ന് ഉള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇത്. അത് ഒരു നവജാത ശിശുക്കളെ വിറ്റ് കാശുണ്ടാക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യജീവന് അവിടെ ഒരു പ്രാധാന്യം ഇല്ലാതായി പോവാണ്. അതായത് ഒരു പ്രതികാര ബുദ്ധി, അതായത് എനിക്ക് ജീവിക്കണം, എൻ്റെ ജീവിതമാണ്, അത് എന്താണെങ്കിലും എന്തിനാണെങ്കിലും എനിക്ക് ഒരു പ്രശ്നമില്ല, പ്രതികാര ബുദ്ധിയോടുകൂടി ഞാൻ ഈ ലോകത്ത് ജീവിക്കുമെന്ന് പറയുന്ന കുറച്ചധികം മനുഷ്യർ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇത് എന്ന് പറയുന്ന വിഷയമാണിത്. അതുപോലെ തന്നെ അത് മാത്രമല്ല, ഇവിടെ ഈ ഒരു വിഷയത്തിൽ തന്നെ ഹനിക്കപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, അമ്മ എന്ന് പറയുന്ന വാക്കിന്റെ മൂല്യം.
അതുപോലെ തന്നെ മനുഷ്യത്വം, മനുഷ്യജീവന്റെ പ്രാധാന്യം, അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന്റെ മനോഹരമായ സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന ബോധമാണ് ഇവിടെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഘടന, ഈ ഒരു സംഘം, ഇത്രയും വലിയൊരു മാഫിയ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അറിയാനായിട്ട് 6 മാസം കഴിഞ്ഞു, എന്നിട്ടും നമ്മൾ അത് മനസ്സിലാക്കിയിട്ടില്ല. എന്നിട്ടും ഈ ഒരു അസം സ്വദേശിനിയുടെ പരാതിയിൽ നിന്നാണ് ഈ ഒരു സംഭവം പുറത്തേക്ക് വരുന്നതും ഇത്രയും വലിയ ഗുരുതരമായ പ്രശ്നത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും. നമുക്കറിയാം ഈ ഓൺലൈൻ സെല്ലിംഗ് വരുന്നത്, ഈ ഓൺലൈൻ വലിയ മെഗാ പ്ലാറ്റ്ഫോമുകൾ വരുന്നുണ്ട്. ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള മെഗാ ഭീമന്മാർ വരുന്നുണ്ട്. അവിടെ നവജാത ശിശുക്കളെയും ഓൺലൈൻ ത്രൂ വിൽക്കുക എന്നുള്ളത് എത്ര ഭീകരമായ ഒരവസ്ഥയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഇത് തമിഴ്നാട്ടിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജീവിക്കാൻ വകയില്ലാത്തവർ പ്രസവിക്കുകയും കുട്ടികളെ പൈസ കൊടുത്ത് വിൽക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഒരുപാട് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളതാണ്. ഒരു 3 മാസം മുമ്പും തമിഴ്നാട്ടിൽ നിന്ന് ഒരു സ്ത്രീയെ പിടിച്ചിരുന്നു. അവരുടെ കുട്ടിയെ അവർ 2 ലക്ഷം രൂപയ്ക്ക് ഏതാണ്ടാണ് വിറ്റത്. അങ്ങനെ അത് പോലീസുകാർ പിടിക്കുകയും അത് കേസാവുകയും ചെയ്യുന്നു. അപ്പോൾ ആ സ്ത്രീക്ക് അവർ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്നവരാണ്. അവർക്ക് താല്പര്യമാണ് ആ കുട്ടിയെ വയ്ക്കാൻ. എങ്ങനെയും ആ കൊച്ചിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് വയ്യാത്തത് കൊണ്ട് അവർ വിറ്റതാണ് എന്ന സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്നവരെ ചൂഷണം ചെയ്യുന്ന ഒരു മാഫിയ തന്നെ രാജ്യത്തുടനീളമുണ്ട്. അതിൽ കേരളവുമുണ്ട് എന്നുള്ളത് നമ്മളെ ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഒരാഴ്ച എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു വാർത്ത എന്ന് പറയുന്നത് വടകരയിൽ നിന്ന് 3 അധ്യാപികമാരെ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് പിടിച്ചു എന്നുള്ളതാണ്. നമ്മൾ പല മേഖലകളിലും ഉള്ള ആൾക്കാരെ ലഹരിയുടെ കണ്ണികളായിട്ട് പിടിക്കുന്നത് നമ്മൾ വാർത്തയിൽ വായിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടായിരിക്കും കേരളത്തിൽ അധ്യാപികമാരെ ഒരു ലഹരി കണ്ണികളായിട്ട് പോലീസ് പിടിക്കുകയും അവർ MDMA വർഷങ്ങളായി ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണെന്ന് പോലീസ് ആരോപിക്കുകയും ചെയ്യുന്നത്. അധ്യാപികമാരെ പിടിച്ചതോടുകൂടി നമ്മുടെ സമൂഹം ആകെ ഒരു ഞെട്ടലിലായി. അതിനൊരു കാരണമുണ്ട്. അധ്യാപകർ എന്ന് പറയുന്നത് വെറും പാഠപുസ്തകങ്ങളൊന്നുമല്ല. അവരൊരു സമൂഹത്തെ വാർത്തെടുക്കുന്നവരാണ്. ഒരു സമൂഹം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് അധ്യാപകരാണ്. വിദ്യാർത്ഥികളുടെ ഒരു 2ാം പാരൻസാണ് അധ്യാപകർ എന്ന് പറയുന്നത്. അവരെ മൂല്യങ്ങൾ പഠിപ്പിക്കേണ്ടതും സാമൂഹിക ഉത്തരവാദിത്വം പഠിപ്പിക്കേണ്ടതും എങ്ങനെ അവർ സമൂഹത്തിൽ പെരുമാറണമെന്ന് പഠിപ്പിക്കേണ്ടതും എല്ലാം അധ്യാപകരാണ്. അങ്ങനെയുള്ളവരാണ് ഈ ലഹരിക്കടത്തിന് കണ്ണികളാവുന്നത് എന്നറിഞ്ഞ ഒരു ഞെട്ടലിൽ തന്നെയാണ് കേരളീയ സമൂഹം മുഴുവൻ. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, മുമ്പൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമായിരുന്നു, ജോലി ഇല്ലാത്തത് കൊണ്ട് അവർ ലഹരി ശൃംഖലയിൽ പെട്ടുപോയി അല്ലെങ്കിൽ ലഹരിയിൽ പെട്ടുപോയി എന്നുള്ളത്. ലഹരി മാഫിയ എത്രത്തോളം സമൂഹത്തിൽ പിടിമുറുക്കിയിട്ടുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ അധ്യാപകരെ കൂടി പിടിച്ചത്. നമുക്ക് മുമ്പ് അറിയാം, പല നാനാ തുറകളിലുള്ള ഹയസ്റ്റ് പൊസിഷനിലിരിക്കുന്ന ആൾക്കാരെ മുഴുവൻ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി പിടിച്ചിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം ഉപയോഗിച്ചതിൻ്റെ പേരിലാണ് പിടിച്ചിട്ടുള്ളത്. ഈ അധ്യാപകരെ സംബന്ധിച്ച് അവർ കണ്ണികളായി വർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. സമൂഹത്തെ നന്നായി നയിക്കേണ്ട അധ്യാപികമാർ, അല്ലെങ്കിൽ ഒരു സമൂഹം വാർത്തെടുക്കേണ്ട, ഇനി അങ്ങോട്ട് ഒരു രാജ്യം എങ്ങനെ പോകണം, അല്ലെങ്കിൽ ഒരു സമൂഹം എങ്ങനെ ചിന്തിക്കണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട, മാതൃകയാകേണ്ട, ജീവിതം കൊണ്ട് മാതൃകയാകേണ്ട അധ്യാപകരാണ് ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെട്ടത് എന്നുള്ളത് തീർത്തും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ലഹരി മാഫിയ ഏതറ്റം വരെയും പിടിമുറുക്കി എന്നുള്ളത് നമ്മുടെ സമൂഹം കണ്ണു തുറന്ന് കാണേണ്ട ഒരു കാര്യമാണ്. എന്താണ് അഞ്ജലിക്ക് ഇതിൽ പറയാനുള്ളത്? തീർച്ചയായിട്ടും ശരിയാണ്. കാരണം നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ പറഞ്ഞ വിഷയങ്ങളെല്ലാം തന്നെ നമ്മുടെ ലോകം എങ്ങോട്ട് പോകുന്നു എന്ന് കാണിക്കുന്നതിന് തെളിവാണ്. അതായത് ഇപ്പോ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇനി ലഹരി എടുത്തു നോക്കുമ്പോൾ അധ്യാപികമാർ പിടിയിലായി എന്ന് പറയുമ്പോൾ ഒറ്റപ്പെട്ട സംഭവത്തെ ചൂണ്ടിക്കാട്ടി എല്ലാ അധ്യാപികമാരും അങ്ങനെയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സമൂഹത്തെ നന്നായി നയിക്കുന്ന മാതൃകയായി ഒരുപാട് അധ്യാപകർക്ക് കളങ്കമായിട്ടാണ് ഈ 3 അധ്യാപികമാർ വന്നിട്ടുള്ളത്. വീണ്ടും അധ്യാപകർ ഉണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു ആരോപണം. അത് തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ. എന്ത് തന്നെയാണെങ്കിലും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് കുറച്ചും കൂടി ജാഗ്രത പുലർത്തി, കുറച്ചും കൂടി ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി കുറച്ചും കൂടി ആഴത്തിൽ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് പോവുകയാണെങ്കിൽ ഇതിന്റെ ഉറവിടങ്ങൾ കുറച്ചുകൂടി കൂടുതലായിട്ട് കണ്ടെത്താൻ പറ്റുമെന്ന് തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ അഞ്ജലി പറഞ്ഞതുപോലെ ഇപ്പൊ വിദ്യാലയങ്ങളിൽ നിന്നാണ് ഇപ്പോ ഇത്തരത്തില് പിടിച്ചത്. ഈ ലഹരി മാഫിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് യൂത്തിനിടയിലാണ് കൂടുതൽ എന്നാണ്. അപ്പൊ ലഹരി മാഫിയയെ സംബന്ധിച്ചിടത്തോളം അവര് ഓൾറെഡി കീഴ്പ്പെട്ട് കഴിഞ്ഞു.
യൂത്തിനെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി അവർക്ക് വേണ്ടത് പുതിയ കസ്റ്റമേഴ്സ് ആണ്. ഓൾറെഡി യൂസ് ചെയ്യുന്നവരെ ഇവർക്ക് ഇത് വ്യാപിപ്പിക്കാനായിട്ട് കൂടുതലായിട്ട് ഇനി വേണ്ടത് പുതിയ കസ്റ്റമേഴ്സിനെയാണ്. അപ്പൊ അവര് ഏറ്റവും കൂടുതൽ അത് കിട്ടാൻ ചാൻസ് കൂടുതലുള്ള സ്ഥലം എന്ന് പറയുന്നത് വിദ്യാലയങ്ങളാണ്. കോളേജുകളും എല്ലാം ഇപ്പൊ അവരുടെ നമ്മൾ കുറെ ആയി കേൾക്കുന്നു കോളേജ് വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലഹരി മാഫിയ കൂടുതൽ കൂടുതൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യുവജനങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഭാവി തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഈ സിന്തറ്റിക് ഡ്രഗ്സിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വൺസ് നമ്മുടെ ഒരു ബ്ലഡില് കലർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഭാവിയിൽ നമുക്ക് ഡെവലപ്മെന്റ്സ് ഉണ്ടാകുമോ അതിനെല്ലാം തകർത്ത് കളയാൻ സാധിക്കുന്ന, നമ്മുടെ ന്യൂറോട്ടിക് പ്രവർത്തനങ്ങളെ പോലും നശിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പവർ ഈ MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗ്സിനുണ്ട്. അത് ഒന്നോ രണ്ടോ തവണയല്ല, ഒറ്റ തവണ ഉപയോഗിച്ചാൽ തന്നെ കിഡ്നി ഫങ്ഷനിങ് നശിക്കുകയും ബ്രെയിനിന്റെ ഡെവലപ്മെന്റിനെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു മാരകമായിട്ടുള്ള ക്യാൻസറിനേക്കാൾ കൂടുതൽ നമ്മൾ പേടിക്കേണ്ട ഒരു സാധനം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള MDMA പോലുള്ള സാധനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ എത്തുക എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ ഭാവി കൂമ്പടഞ്ഞു പോകുന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ഭാവിയാണ് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ എന്ന് പറയുന്ന ഒരു ലോകം എന്തായിരിക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എത്തി നിൽക്കുന്നത് ഈ ഒരു അവസ്ഥയിലാണെന്ന് നമ്മൾ വേദനയോടുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും. മരിയയ്ക്ക് എന്ത് തോന്നുന്നു? അധ്യാപകർ ഇങ്ങനെ ഒരു കേസിൽ പ്രതികളായപ്പോൾ എന്തായിരിക്കാം നമ്മുടെ സമൂഹത്തിന്റെ ഒരു അവസ്ഥ? സത്യമായിട്ടും അത് കേട്ടപ്പോൾ ഞെട്ടലാ ചെയ്തത്. കാരണം ഒരു കുട്ടി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വിദ്യാലയങ്ങളാണ്. കാരണം ഒരു 5 വയസ്സ് വരെ വീടുകളുള്ളൂ. പിന്നെ അതിനുശേഷം ഡിഗ്രി, അതിന് പിന്നെ ഉപരിപഠനങ്ങൾ കാര്യം വിദ്യാലയങ്ങളാണ് ചെലവഴിക്കുന്നത്. നല്ല പാഠങ്ങളും നല്ല രീതിക്ക് നയിക്കേണ്ട അധ്യാപകർ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ എങ്ങനെ വിദ്യാർത്ഥികൾ കേൾക്കും? കാരണം ഇപ്പൊ തന്നെ വിദ്യാർത്ഥികളുടെ ഉള്ളിൽ ഒരു ഉത്കണ്ഠ ഉണ്ടായിട്ടോ. കാരണം അധ്യാപകർ ഇങ്ങനെ ചെയ്തു തുടങ്ങി, ഇവർ പറയുന്നത് എന്തിനു കേൾക്കണം? അല്ലെങ്കിലേ തന്നെ അധ്യാപകർ പറയുന്നത് ഇപ്പൊ വിദ്യാർത്ഥികൾ കേൾക്കണില്ല, സ്കൂളുകൾ പല പ്രശ്നങ്ങളും കാര്യങ്ങളാണ്. ഇതും കൂടി ആവുമ്പോൾ ഇത് പറഞ്ഞ പോലെ കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ് 3 അധ്യാപകരെ അറസ്റ്റ് ചെയ്യുന്നത്. ലഹരി കേസുമായിട്ട് 3 അധ്യാപകരെ അറസ്റ്റ് ചെയ്യുന്നത്. അത് തന്നെ ഇപ്പൊ വിദ്യാർത്ഥികൾക്കും ഉള്ളിലൊരു ഇതുണ്ടാവും. കാരണം അധ്യാപകർ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ നമുക്കും യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ കേരളത്തിന്റെ ഏതൊരു ചെറിയ കോണി നടന്നാലും അത് ലോകമെമ്പാടും എത്തും. അതാണ് ഈ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികളും ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. തീർച്ചയായിട്ടും. മരിയ പറഞ്ഞതിൽ ഒരു കാര്യം ഇതാണ്. മാതൃകയാകേണ്ടവർ കണ്ണികളാവുമ്പോൾ മറ്റു പ്രൊഫഷനിലെ പോലെയല്ല, അവർ കുട്ടികളെ വാർത്തെടുക്കേണ്ടവരാണ്. ഒരു അധ്യാപകൻ തെറ്റ് ചെയ്താൽ 1000 വിദ്യാർത്ഥികൾ ചീത്തയാവും. അതുകൊണ്ട് തന്നെ അധ്യാപകർ ഇങ്ങനെയുള്ള പ്രൊഫഷനിലേക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവർ ജീവിതം കൊണ്ട് തന്നെ മാതൃകയാകേണ്ടവരാണ്. അത് വല്ലാത്ത മൂല്യച്യുതി നമ്മുടെ സമൂഹത്തിലും നമ്മുടെ വിദ്യാഭ്യാസത്തിലും ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മരിയ, താങ്കളെ ഏറ്റവും വിഷമിപ്പിച്ച അല്ലെങ്കിൽ സങ്കടപ്പെടുത്തിയ ആ ഒരു വാർത്ത എന്തായിരുന്നു? ഈ ആഴ്ച ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് വന്നത് സ്പെയിനിൽ നിന്നാണ്. സ്പെയിനിലെ ഒരു ദേവാലയത്തിന്റെ പേര് ലാസ് പമാസ് ഡി ഗ്രാൻ കനാരിയ എന്നാണ്. ദേവാലയത്തിലെ അന്നയുടെ തിരുനാൾ ദിവസമായിരുന്നു. അന്ന് രാവിലെ വിശ്വാസികളെല്ലാവരും വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് വരുന്നു. ദേവാലയത്തിന്റെ മുമ്പിൽ അവർ കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത് 100 കണക്കിന് വ്യക്തികൾ പല വർണ്ണങ്ങളിൽ അവരുടെ ദേഹത്ത് ചായമൊക്കെ അടിച്ച് നഗ്നരായി ദേവാലയത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ്. എന്തായിരിക്കും ആ വിശ്വാസികളുടെയൊക്കെ ഒരു മനസ്സിലെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. അവരെ ദിവ്യബലി അർപ്പിക്കാനായിട്ട് വരുന്നു. പക്ഷെ അന്നയുടെ തിരുനാൾ ദിവസം വരുന്നു. പക്ഷെ ദിവ്യബലി അർപ്പിക്കാൻ പോലും അവരെ ദേവാലയത്തിലേക്ക് അകത്തേക്ക് കയറ്റി വിടാതെ ഈ ഫോട്ടോഷൂട്ട് തകൃതിയായി ദേവാലയ തിരുമുറ്റത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ശരിയാണ്, നമ്മൾ എല്ലാവരും ഒരുപോലെ കാണണം, ഒരുപോലെ ഒത്തുചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള അതിർവരമ്പുകളുണ്ട്. ഒരു വിശ്വാസത്തിന്റെ മുകളിൽ കയറിയല്ല എന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഞാൻ കാണിക്കേണ്ടത്. പറഞ്ഞു വന്നത് 2026 ജൂലൈ 26 സ്പെയിനിലെ കത്തീഡ്രൽ ദേവാലയത്തിന് മുമ്പിൽ നടന്ന ഗ്രാൻഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞ ഫോട്ടോഷൂട്ടിനെ കുറിച്ചാണ്. ഗ്രാൻഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞ ഫോട്ടോഷൂട്ട് ഒരു നാടിന്റെ ഒരു വലിയ നഗരത്തിന്റെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാണ് അവിടെ അവിടുത്തെ അധികൃതരെ തെറ്റിദ്ധരിപ്പിച്ച് അവിടുന്ന് പെർമിഷനൊക്കെ മേടിച്ച് അവര് നടത്താൻ ഒരുങ്ങിയത്. പക്ഷെ അതിന്റെ ഫോട്ടോസും ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോഴാണ് അത് എന്താണെന്ന് ശരിക്കും എല്ലാവർക്കും മനസ്സിലായത്. LGBTQA+ കമ്മ്യൂണിറ്റിയുടെ കൾച്ചറൽ ആൻഡ് ബിസിനസ് പ്രൈഡ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു ഫോട്ടോഷൂട്ടായിരുന്നു. എന്നാൽ ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തുന്നു, അവരുടെ കൾച്ചറൽ ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടത്തുന്നു. പക്ഷെ എന്നാൽ അത് നടത്തിയ രീതി എന്ന് പറയുന്നത് വളരെ മോശകരമായിട്ടുള്ള
നമ്മൾ സാംസ്കാരികപരമായിട്ട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിൽ പൂർണ്ണ നഗ്നരായി നിന്നുകൊണ്ട് ഉള്ള ഒരു ഫോട്ടോഷൂട്ടായിരുന്നു. എന്ത് തന്നെ എന്ന് പറഞ്ഞാൽ, എന്ത് തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാലും, എന്റെ ശരീരം എന്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞാലും, അത് ഒരിക്കലും ഒരു കത്തോലിക്ക വിശ്വാസി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു കത്തോലിക്ക ദേവാലയ പരിസരത്ത് നടന്ന ഒരു ഫോട്ടോഷൂട്ട് എന്ന നിലയിൽ ഒരിക്കലും അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം ആ ദേവാലയത്തെയും അതിന്റെ പരിശുദ്ധിയെയും കളങ്കപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് അവിടെ അരങ്ങേറിയത്. ദേവാലയ മുറ്റം എന്ന് പറയുന്നത് പരിശുദ്ധിയുടെ സ്ഥലമാണ്. അതൊരിക്കലും ഒരു വിപണന മേള ആക്കാൻ നമുക്ക് ഒരിക്കലും ഒരു റൈറ്റും ഇല്ല. ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ബൈബിളിലെ ഈശോ ചാട്ടവാറെടുത്ത ഒരു രംഗം എന്ന് പറയുന്നത്. കർത്താവ് വേറെ ആരോടും ദേഷ്യപ്പെടുന്നതായിട്ട് നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. എവിടെയും ചാട്ടവാറെടുത്തോ വേറെ ആരെയും ഉപദ്രവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. കർത്താവ് ചാട്ടവാറെടുത്തത് ഒരേ ഒരു സ്ഥലത്താണ്. അത് ദേവാലയ സ്ഥലം കച്ചവട സ്ഥലമാക്കിയ ഒരൊറ്റ സ്ഥലത്ത് മാത്രമാണ് കർത്താവ് അത്രയും രോഷാകുലനായിട്ട് ഇടപെടുന്നത്. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ പിതാവിന്റെ ആലയം അത് പരിശുദ്ധമാണ്, അത് നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോ സ്പെയിനിൽ നടന്നത്. എന്തൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിലാണെങ്കിലും, എന്തൊരു മനുഷ്യ മൂല്യത്തിന്റെ പേരിലാണെങ്കിലും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അത്. കാരണം എന്ത് മൂല്യമാണ് അതിലൂടെ അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. മനുഷ്യ ശരീരം അത് അതിന്റെ പരിശുദ്ധിയിൽ കാക്കണമെന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന ഒരു വിശ്വാസ സത്യത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ദേവാലയം എന്ന് പറയുന്നത്. അവിടെ കയറി ഇത്തരത്തിലൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ദേവാലയത്തിനെയും അതിന്റെ പരിശുദ്ധിയെയും നശിപ്പിക്കുന്ന ഒട്ടേറെ വാർത്തകൾ കഴിഞ്ഞൊരാഴ്ച കടന്നു വന്നു. നമ്മൾ കണ്ടു, കഴിഞ്ഞ ദിവസം മെജുഗൂറിയയിൽ നടന്ന അധിക്ഷേപകരമായിട്ടുള്ള ആക്രമണം, മാതാവിന്റെ തിരുസ്വരൂപത്തിന് നേരെയും ദേവാലയം തീയിടുകയൊക്കെ ചെയ്യുന്ന ഒരു ആക്രമണം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു തിരുവോസ്തി മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന വാർത്ത, അല്ലെങ്കിൽ തിരുവോസ്തിക്കെതിരെ ആക്രമണം ഉണ്ടാകുന്ന വാർത്ത. എനിക്ക് ചോദിക്കാനുള്ള, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ അല്ലെങ്കിൽ ക്രൈസ്തവ പ്രതീകങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ഇത്രയധികം വർദ്ധിക്കുന്നതെന്ന് വളരെ ആശങ്കാജനകമായിട്ടൊരു വാർത്തയാണ്. കാരണം ക്രൈസ്തവ ദേവാലയങ്ങൾ നശിപ്പിക്കുകയും ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും ആശങ്കാജനകമായിട്ടൊരു വാർത്ത തന്നെയാണ് ജസീന. തീർച്ചയായിട്ടും വിശ്വാസങ്ങൾ എപ്പോഴും കാത്തു സംരക്ഷിക്കേണ്ടത് തന്നെയാണ്. നിന്റെ വിശ്വാസത്തെ ഞാനും എൻ്റെ വിശ്വാസത്തെ നീയും ബഹുമാനിക്കുമ്പോഴാണ് ഒരു സമൂഹം നന്നായി പോവുക. മരിയ, ഈ ആഴ്ച മരിയയെ സ്പർശിച്ച ആ വാർത്ത എന്താണ്? കഴിഞ്ഞ ദിവസം സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അപകടകരമായ നായ്ക്കളെ കൊല്ലാനായിട്ട് അനുമതി കൊടുത്തായിരുന്നു. സുപ്രീം കോടതി മുന്നേ ഇത് സർക്കാരുകൾക്ക് കൊടുത്തായിരുന്നു. നമ്മുടെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസമാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അതിനുള്ള അനുമതി കൊടുക്കുന്നത്. ആ ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മുടെ നാട്ടിലിപ്പോൾ കുറേ നായ്ക്കൾ കാരണം കുറെ പേർക്ക് കടിയേൽക്കുന്നുണ്ട്. അത് ചെറിയവർക്കായാലും വലിയവർക്കായാലും വൻതോതിൽ കടിയേൽക്കുകയും അതനുസരിച്ച് ചികിത്സയും തേടുന്നുണ്ട്, മരണവും ഉയരുന്നുണ്ട്. അങ്ങനെയുള്ള നായ്ക്കളെ, അപകടകരമായ നായ്ക്കളെ കൊല്ലുന്നത് എന്തുകൊണ്ടും നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്ര വലിയ പ്രശ്നങ്ങൾ നടന്നിട്ടും ഇതുവരെ നായ്ക്കളുടെ എണ്ണത്തിൽ തെരുവ് നായ്ക്കളുടെ എണ്ണത്തിൽ ഒരു കുറവ് വരുന്നില്ല. അത് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മറ്റേ വന്ധ്യവൽക്കരണം കാര്യങ്ങളൊക്കെ സർക്കാർ മുൻകൈ എടുത്തെങ്കിലും അത് വേണ്ട വിധത്തിൽ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് ഇപ്പോഴും നായ്ക്കളുടെ എണ്ണത്തിൽ വർധന വരികയും അതുപോലെ തന്നെ നായ്ക്കളുടെ കടിയേൽക്കുന്ന എണ്ണം കൂടുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നായ്ക്കളെ കൊല്ലുന്നത് എന്തായിട്ടും നല്ല രീതിയിലായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഇതുപോലെയുള്ള അപകടങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കും. എന്തായാലും മനുഷ്യരെക്കാളും വലുതല്ല ലോകത്തിൽ വേറൊന്നും. എപ്പോഴും മനുഷ്യർക്ക് വേണം മുൻഗണന കൊടുക്കാനായിട്ട്. അതുകൊണ്ട് ഇങ്ങനൊരു വാർത്ത വന്ന് എനിക്ക് വളരെ സന്തോഷം തോന്നി. തീർച്ചയായിട്ടും മരിയ പറഞ്ഞ ഒരു കാര്യമുണ്ട്. തെരുവ് നായ്ക്കളുടെ ശല്യം കുറയ്ക്കാൻ സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു. സ്കൂളുകളിലും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡുകളിൽ, റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലുള്ള നായ്ക്കളെ എല്ലാം മാറ്റണം. അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈ എടുക്കണം എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപകടകാരികളായ നായ്ക്കളെ കൊന്നുകളയുന്നത് തന്നെയാണ് നല്ലത്. ഒരുപാട് കുട്ടികൾ, ഒരുപാട് പേര് അതിന് ഇരകളായിട്ടുണ്ട്. അപ്പോൾ പിന്നെ മരിയ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വന്ധ്യംകരണം. അത് എങ്ങും എത്താതെ പോയൊരു കാര്യമാണ്. പിന്നെ ഈ നായ്ക്കളെ മുഴുവൻ ഷെൽട്ടറിലേക്ക് മാറ്റണം എന്നുള്ളതാണ് മൃഗസ്നേഹികളുടെ ഒരു കാര്യം. അത് മരിയ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാർത്ത മനുഷ്യജീവന് മൂല്യം കൽപ്പിക്കുന്ന ഏവർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. കാരണം നമ്മൾ പലപ്പോഴും TV ചാനലുകളിലൊക്കെ കൂടെ അറിയുന്ന ഒരു വാർത്തകളാണ്, പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാതെ നായ്ക്കളുടെ ആക്രമണം. ശരിയാണ്, മനുഷ്യർ മൃഗങ്ങളെ സംരക്ഷിക്കണം. പക്ഷെ നമ്മൾ പറയുന്ന പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലുണ്ട്, സ്വർണം കായ്ക്കുന്ന മരമായാലും പെരയ്ക്ക് മേലെ നിന്നാ അത് വെട്ടണം. അപ്പോൾ മനുഷ്യജീവന് മുകളിൽ നിൽക്കുന്ന ഒന്നിനെയും നമ്മൾ ഒരിക്കലും വളരാൻ അനുവദിച്ചുകൂടാ. അത് എന്ത് തന്നെയാണെങ്കിലും. ഇപ്പോൾ മനുഷ്യന് സാധാരണഗതിയിൽ ജീവിക്കാൻ ഒരിക്കലും സാധിക്കാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. തെരുവുനായ്കളെ പേടിച്ച് കുട്ടികൾക്ക് ട്യൂഷനോ സ്കൂളിലേക്കോ നടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് സാധാരണക്കാരെയാണ്. ഇപ്പൊ അവർക്ക് എല്ലാവർക്കും
ഇരുചക്ര വാഹനങ്ങളോ അല്ലെങ്കിൽ കാറോ ഒന്നും ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ഇപ്പൊ ഇരുചക്ര വാഹനങ്ങൾ പോലും പോകുന്ന ആളുകളെ പോലും പട്ടികൾ വെറുതെ വിടുന്നില്ല, പിന്നാലെ നടന്ന് ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ നടന്നു പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ വയോധികരായിട്ടുള്ള ആളുകളെ, ഓടി രക്ഷപ്പെടാൻ സാധിക്കാത്ത ആളുകളെയാണ് കൂടുതലും ഇവർ ആക്രമിക്കുന്നത്. ചില സമയത്ത് നമ്മൾ കണ്ടു, ചില CCTV ദൃശ്യങ്ങളിൽ വീടുകളിലേക്ക് കയറി വന്ന് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കയറി കടിക്കുന്നു, അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഈ മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞ് ഈ മൃഗങ്ങളെ ഇത്തരത്തിൽ തെരുവു നായകളെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആക്രമിക്കുന്ന നായകളെ കൊല്ലരുതെന്ന് പറയുന്ന ആളുകൾക്ക് ഒരിക്കലും അതിന്റെ വേദന മനസ്സിലാവില്ല. കാരണം അവരുടെ കുടുംബത്തിൽ ആർക്കും ഇതുപോലെ ഒരു പരിക്ക് പറ്റുന്നില്ല. സാധാരണക്കാരായ ആളുകള്, സാധാരണഗതിയിൽ ജീവിക്കുന്ന ആളുകൾക്കാണ് എപ്പോഴും ഇത്തരത്തിൽ അപകടങ്ങളും അല്ലെങ്കിൽ എന്താ പറയാ അതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കൊരു പ്രിവിലേജിന്റെ ഒരു സൗകര്യത്തിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ ഒരു വേദന പറഞ്ഞാൽ പലപ്പോഴും മനസ്സിലാവില്ല. അത് ആ വേദന മനസ്സിലാവണമെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു സങ്കടം നമുക്ക് വരണം. അപ്പോൾ ഇത്തരത്തിൽ കുടുംബങ്ങളില് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ സംഭവിക്കുമ്പോഴാണ് അതിന്റെ വേദനയുടെ ആഴം നമുക്ക് മനസ്സിലാവുന്നത്. എന്തുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മനുഷ്യർക്കൊക്കെ ഒരു നീതി കിട്ടിയെന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ഉത്തരവിലൂടെ പറയാൻ സാധിക്കും. ഈ മൃഗസ്നേഹികൾക്ക് കറക്റ്റായിട്ട് ഈ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കാനും പറ്റുന്നില്ല. അവരെ വർത്തമാനത്തിൽ കൂടെ മാത്രമാണ് കാര്യങ്ങൾ നടക്കുന്നത്. എന്നാൽ വേണ്ട വിധത്തിൽ പരിക്കേറ്റ നായ്കള്, അക്രമാസക്തരായ നായ്ക്കള് വേണ്ട വിധത്തിൽ ഇവര് സംരക്ഷിക്കണില്ല. അതും അവരൊരു പോരായ്മയായിട്ട് നമുക്ക് പറയാം. കാരണം ഇതിനെതിരെ പറയുമ്പോൾ അവർ ഇതുപോലെ സംരക്ഷിക്കുമ്പോൾ അതിന് ഇപ്പുറത്തൊരു പോംവഴിയും അവർ കണ്ടുപിടിക്കേണ്ടതാണ്. തീർച്ചയായും മൃഗസ്നേഹം എപ്പോഴും നല്ലത് തന്നെയാണ്. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളോടും നമ്മൾ കരുണ കാണിക്കണം. പക്ഷേ മരിയ പറഞ്ഞതുപോലെ സ്വർണം കായ്ക്കുന്ന മരമായാലും അത് തലയ്ക്കുമീതെ വന്നാൽ വെട്ടുക തന്നെ വേണം. ഓരോ വാർത്തകൾ അവസാനിക്കുമ്പോഴും അതിന്റെ പ്രത്യാഘാതങ്ങൾ അവസാനിക്കണമെന്നില്ല. ഓരോ വാർത്തകളും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വെച്ചിട്ടാണ് കടന്നു പോകുന്നത്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ഒരുമിച്ചാണ്. അത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. ഞാനൊരു കഥ പറയാം. ഒരിക്കൽ ഒരു രാജാവ് അതിസമ്പന്നനായ തൻ്റെ രാജ്യത്തെക്കുറിച്ച് ഊറ്റം കൊണ്ടു. തൻ്റെ രാജ്യത്തെ പ്രജകളെല്ലാം സന്തോഷവാന്മാരാണെന്ന് അറിയുന്നതിനു വേണ്ടി രാജ്യം ചുറ്റണമെന്ന് രാജാവിന് ആവശ്യം ഉണർന്നു. അങ്ങനെയാണ് രാജാവ് തൻ്റെ പരിവാരങ്ങളെയും കൂട്ടി രാജ്യം കാണാൻ ഇറങ്ങിയത്. ദീർഘനാളത്തെ യാത്ര കഴിഞ്ഞ് രാജ്യം ചുറ്റി വന്ന രാജാവ് അതീവ ദുഃഖിതനായി കാണപ്പെട്ടു. തൻ്റെ രാജ്യത്തുള്ള ജനങ്ങളെല്ലാം അതിസ്വാർത്ഥന്മാരായിരിക്കുന്നു. ഇതിനെ എങ്ങനെ മറികടക്കും? തൻ്റെ രാജ്യത്തെല്ലാം ഉണ്ട്. ആവശ്യത്തിൽ കൂടുതൽ സമ്പത്തുണ്ട്, കോട്ടകൊത്തളങ്ങളുണ്ട്, പണ്ഡിതരുണ്ട്. എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയധികം സ്വാർത്ഥന്മാരായത്? രാജാവ് ആശങ്കാകുലനായി. തൻ്റെ പണ്ഡിതരോട് രാജാവ് ചോദിച്ചു, ഇതിനെ നമ്മൾ എങ്ങനെ മറികടക്കും? അതിനുശേഷം പണ്ഡിതന്മാരുമായി ആലോചിച്ച് രാജ്യത്ത് 4 കൂറ്റൻ വിളക്കുകൾ രാജാവ് സ്ഥാപിച്ചു. പെരുമ്പറ മുഴങ്ങി പ്രജകളെല്ലാം ഓടിയെത്തി. രാജാവ് പ്രജകളോടായിട്ട് പറഞ്ഞു, ഈ 4 വിളക്കുകളാണ് നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാനം. അതിലൊന്നാമത്തെ വിളക്കാണ് സത്യം, രണ്ടാമത്തെ വിളക്ക് കരുണ, മൂന്നാമത്തെ വിളക്കാണ് ഉത്തരവാദിത്വം, നാലാമത്തെ വിളക്കാണ് മനസാക്ഷി. ഈ 4 വിളക്കുകളും നിങ്ങൾ അണയാതെ നോക്കണം. ഇതിൽ ഒരെണ്ണം കെട്ടാൽ നമ്മുടെ രാജ്യത്തിന്റെ ശോഭ കെട്ടുപോകും, നമ്മുടെ രാജ്യം ഇരുട്ടിലാകും. പ്രജകളെല്ലാം പിരിഞ്ഞുപോയി. രാജാവ് കൊട്ടാരത്തിലേക്കും പോയി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. രാജാവ് എന്താണ് അവസ്ഥ എന്നറിയാൻ ഒരു ദിവസം ആ വിളക്കുകൾ സ്ഥാപിച്ച സ്ഥലത്തേക്കെത്തി. രാജാവ് ഞെട്ടിപ്പോയി. ആദ്യത്തെ വിളക്കിന്റെ അടുത്ത് രാജാവ് ചെന്ന് വിളക്കിനോട് ചോദിച്ചു, അല്ലയോ ദീപമേ, നീ എന്താണ് അണയാറായിരിക്കുന്നത്? വിളക്ക് രാജാവിനോട് പറഞ്ഞു, മഹാരാജൻ, ഈ രാജ്യത്ത് മനുഷ്യർക്കെല്ലാം സത്യമറിയാം, പക്ഷെ എല്ലാവരും അത് മൂടി വെക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അണയാറായിരിക്കുന്നത്. രാജാവ് രണ്ടാമത്തെ വിളക്കിന്റെ അടുത്തെത്തി. നീയും എന്താണ് അണയാറായിത്തീരുന്നത് എന്ന് രാജാവ് ചോദിച്ചു. അപ്പോൾ വിളക്ക് പറഞ്ഞു, മഹാരാജൻ, ഈ നാട്ടിലെ കരുണ വറ്റിപ്പോയിരിക്കുന്നു. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി കാണാൻ എല്ലാവരും മറന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാനും അണയാറായിരിക്കുന്നത്. രാജാവ് അതീവ ദുഃഖിതനായി സങ്കടത്തോടുകൂടി മൂന്നാമത്തെ വിളക്കിന്റെ അടുത്ത് ചെന്നു. രാജാവ് ചോദിച്ചു, നീയും എന്തേ പ്രകാശിക്കാത്തത്? അല്ലയോ മഹാരാജൻ, ഈ രാജ്യത്ത് ആർക്കും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ താല്പര്യമില്ല. സ്വന്തം ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തലയിൽ വെച്ച് ഒഴിഞ്ഞു മാറുന്നവരാണ് അധികവും. രാജാവ് നിരാശനായി മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു. അപ്പോഴാണ് നാലാമത്തെ വിളക്ക് കത്തിജ്വലിക്കുന്നത് രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. രാജാവ് സന്തോഷവാനായി തിരിച്ച് നാലാമത്തെ വിളക്കിന്റെ അടുത്ത് ചെന്നു. വിളക്കിനോട് ചോദിച്ചു, നീ മാത്രം എന്തേ കത്തിജ്വലിച്ച് നിൽക്കുന്നത്? മറ്റുള്ളവരെല്ലാം അണയാറായല്ലോ. അപ്പോൾ നാലാമത്തെ വിളക്ക് പറഞ്ഞു, മഹാരാജാവേ, ഞാൻ മനസാക്ഷിയാണ്.
ഈ രാജ്യത്ത് ഒരാൾ സ്വന്തം ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ, ഈ രാജ്യത്ത് ഒരാൾ സത്യം പറയുമ്പോൾ, ഈ രാജ്യത്ത് ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കുമ്പോൾ ഞാൻ കത്തിജ്വലിക്കും. എൻ്റെ പ്രകാശത്തിൽ നിന്ന് ആ 3 വിളക്കുകളും ഞാൻ കത്തിജ്വലിപ്പിക്കും, തെളിയിക്കും. അതുകൊണ്ടാണ് ഞാൻ കത്തിജ്വലിച്ച് നിൽക്കുന്നത്. രാജാവ് സന്തോഷവാനായി. വീണ്ടും പെരുമ്പറ മുഴങ്ങി. പ്രജകളെല്ലാം വന്നു. രാജാവ് തൻ്റെ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞു, പുറമേ നിന്നുള്ള ഒരു ദുരന്തം കൊണ്ടല്ല ഒരു സമൂഹം ഇല്ലാതാവുന്നത്, ഒരു രാജ്യം ഇല്ലാതാവുന്നത്. തിന്മ കണ്ടിട്ടും കണ്ണടച്ചു പോകുന്ന സാധാരണ മനുഷ്യരുള്ളത് കൊണ്ടാണ്. പുറമേ നിന്ന് വരുന്ന ഒരു നായകനോ അല്ല ഒരു സമൂഹത്തെ രക്ഷിക്കേണ്ടത്. ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുന്ന സാധാരണക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾ മനസാക്ഷിയുള്ളവരാകണം, മനസാക്ഷിയിൽ ചിന്തിക്കണം. ഒരു സമൂഹത്തിൽ സത്യമറിയുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വമാണ്. സമൂഹത്തെ മാറ്റുക എന്നുള്ളത് ഓരോരുത്തരുടെയും ധർമ്മവും. ചങ്കിൽ തട്ടിയ വാർത്തയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.